നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കും സർവവശങ്ങൾക്കുമായി സുദർശന യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം, ധനവരവിനായി ധനലക്ഷ്മി യന്ത്രം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ടായാൽ അത് മാറുന്നതിനായി സ്വയംവര യന്ത്രം, രാഹുകേതു തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് അല്ലെങ്കിൽ രാഹുകേതു ദോഷങ്ങൾ മാറുന്നതിനായിട്ട് രാഹുകേതു യന്ത്രം, നവഗ്രഹങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം തുടങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ ജീവിതവും സംരക്ഷിക്കുന്നതിനായിട്ടുള്ളതുമായ യന്ത്രങ്ങൾ കൃത്യമായും തയ്യാർ ചെയ്ത് നൽകുകയും ചെയ്യുന്നു. യന്ത്രം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. മഹേശ്വര വിഘ്നേശ്വര ഓം സുബ്രഹ്മണ്യ സ്വാമി പാർവതിയമ്മേ ഭഗവതി നമോ നമ അയ്യപ്പ സ്വാമി നമോ നമ കാളിദേവി ദുർഗാദേവി. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 രൂപപ്പെടുന്ന വ്യാഴമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന വളരെ സംശുദ്ധവും പരിപാവനവും സമൃദ്ധിദായകവുമായ ഹംസ രാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. 2026 ജൂൺ മാസം 2 വ്യാഴം മാറി വരികയാണ്. വ്യാഴം മാറി വരുന്നത് കർക്കിടകം രാശിയിലേക്കാണ്. 2026 ജൂൺ മാസത്തിൽ ദേവഗുരു വ്യാഴം, അതായത് ബൃഹസ്പതിയാകുന്ന ദേവഗുരുവിൻ്റേതായിരിക്കുന്ന സ്ഥാനവ്യവസ്ഥയാണ് വ്യാഴത്തിനായിട്ടുള്ളത്. അനുഗ്രഹ പൂർണ്ണത ലഭിച്ചാൽ ധനത്തിന് മറ്റെങ്ങും നമുക്ക് പോകേണ്ടതായിട്ടില്ല. വ്യാഴപ്രീതി വരുത്തുക എന്ന് പറയുന്നത് അത്രത്തോളം സമ്പൽ സമൃദ്ധി വരുത്തുക എന്നുള്ളതാണ്. അതാണ് വ്യാഴപ്രീതി എന്ന് പറയുന്നത്. അപ്പോൾ ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയുടെ അനുഗ്രഹ സാഫല്യവും സായുജ്യവും ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് വ്യാഴ പ്രാർത്ഥനകൾ, വ്യാഴപ്രീതിതമായിരിക്കുന്ന പൂജകൾ എന്നിവയിലൂടെ ഉണ്ടാകുന്നത്. ആ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് കടക്കുന്നു. വ്യാഴം കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒന്നാണ് ഹംസ രാജയോഗം. പഞ്ച മഹാപുരുഷ യോഗങ്ങളിൽ ഒന്നാണ് ഹംസ രാജയോഗം. ഇത് സാമ്പത്തിക പുരോഗതി, കരിയർ, അതുപോലെ തന്നെ വളർച്ച, ഏതു മേഖലയിലുമുള്ളത് എടുത്ത് പറയേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കരിയറിലുള്ള വളർച്ച, അതുപോലെ തന്നെ ഏതു മേഖലയിലുമുള്ള പുരോഗതി തുടങ്ങിയവയൊക്കെ തന്നെ ഹംസ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരും. തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റേതായിരിക്കുന്ന ഈ മാറ്റം, കർക്കിടകം രാശിയിലേക്കുള്ള ഈ സംക്രമം ഭാഗ്യദായകമായിട്ട് ചില രാശി ജാതർക്ക് വന്നു ചേരുന്നു. അത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേത് കർക്കിടകം രാശി തന്നെയാണ്. പുണർദം കാൽ പൂയം ആയില്യം ചേരുന്ന കർക്കിടകം രാശി. കർക്കിടകം രാശി ജാതരെ സംബന്ധിച്ചിടത്തോളം ഹംസ മഹായോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നത് ജീവൽപരമായ സമൃദ്ധിദായകമായ പുരോഗതിയാണ്. ഏത് മേഖലയിൽ അവർ ചെന്നുപെട്ടാലും തീർച്ചയായിട്ടും ഉയർച്ചയുടേതായ പടവുകൾ കയറി ഉജ്ജ്വലമായ സ്ഥാനമാനങ്ങളിൽ എത്തുവാൻ കഴിയും എന്നുള്ളതാണ്. വ്യാഴം സ്വന്തം ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ ഫലമായി കർക്കിടകം രാശിക്ക് ഹംസ രാജയോഗത്തിൻ്റെ പൂർണ്ണ ഗുണങ്ങൾ അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്.
വിദേശ ബന്ധങ്ങൾ, സ്വാധീനമുള്ള ആളുകളുമായുള്ള ബന്ധങ്ങൾ, സൗഹൃദത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ടാകുന്ന സമയമാണ്. ആ സൗഹൃദങ്ങളെല്ലാം തന്നെ ജീവിതത്തിന് വിജയകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവ തന്നെയായിരിക്കും. ഹംസ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർക്കിടകം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായ പുരോഗതി, സാമ്പത്തികമായ പുരോഗതി, അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നവർക്ക് വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് സ്ഥാനമാനാദികൾ ലഭിക്കുക തുടങ്ങിയവയൊക്കെ വന്നു ചേരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമൊക്കെ അലസമായ തരത്തിൽ നിലനിർത്തി പോകുന്ന വിദ്യാർത്ഥികൾ പോലും തീർച്ചയായും ജൂൺ മാസം ആദ്യ ആഴ്ച കഴിയുമ്പോൾ വളരെ ആർജവത്തോട് വിദ്യാഭ്യാസത്തെ ഏറ്റെടുക്കുന്നതായി നമുക്ക് കാണാം. ഭാഗ്യക്കുറി പോലെയുള്ള വൻ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും. അടുത്തത് മകരം രാശിയാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം പകുതി ചേരുന്ന മകരം രാശി. മകരം രാശിക്കാരുടെ 7ാം ഭാവത്തിലാണ് ഹംസ മഹാരാജയോഗം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കഠിനമായ പ്രവർത്തനങ്ങളെയും എളുപ്പത്തിലാക്കി കൊണ്ടുപോകാൻ ഈ നക്ഷത്ര ജാതർക്ക് കഴിയും. വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. മകരം രാശി ജാതരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സാധ്യത വർദ്ധിക്കുന്ന സമയമാണ്. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നതിനായിട്ടുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കാർഷിക വൃത്തിയിലൂടെ ധാരാളം ധനം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിക്ഷേപങ്ങളൊക്കെ പൂർത്തീകരിച്ച് ധനധാന്യ സമ്പത്തിൻ്റേതായിരിക്കുന്ന വളർച്ചയ്ക്കുള്ള വ്യവസ്ഥിതികൾ കാണുന്നുണ്ട്. മകരം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വലിയ സൗഭാഗ്യങ്ങളാണ് 2026 അനുഭവിക്കാൻ പോകുന്നത്. 2026 തുടങ്ങി 2027 ജൂൺ മാസം വരെ തീർച്ചയായിട്ടും ഒരു വർഷക്കാലത്തോളം ഭാഗ്യത്തിൻ്റെതായ എല്ലാ അവസ്ഥകളും അനുഭവിക്കാൻ ഭാഗ്യമുള്ളവരാണ് മകരം രാശി നക്ഷത്ര ജാതർ. അടുത്തത് മിഥുനം രാശിയാണ്. മകയിരം പകുതി, തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. മിഥുനം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുമാനത്തിലൊക്കെ വർധനവുണ്ടാകും. ബിസിനസ് മേഖലയൊക്കെ ഇവരുടെ കൈകളിൽ ഒതുങ്ങുന്ന തരത്തിൽ വന്നു ചേരും. നഷ്ടമാണ് എന്ന് വിചാരിച്ച് മാറ്റിവെച്ച ബിസിനസ് പോലും 2026 ജൂൺ 2 ആരംഭിച്ചാൽ തീർച്ചയായിട്ടും വളരെ വലുതായ നിലയിൽ അത് പുരോഗമിക്കുമെന്നുള്ളതാണ്. ബ്രാഞ്ചുകൾ പോലും മറ്റ് പല ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യിപ്പിക്കുവാൻ ഭാഗ്യമുണ്ടാകും. അത്തരത്തിൽ തൊഴിലിലും ബിസിനസ്സിലും പുരോഗമനമുണ്ടാകുന്ന വർഷമാണ് 2026 ഈ വ്യാഴമാറ്റത്തിലൂടെ അനുഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മിഥുനം നക്ഷത്ര ജാതരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ പൂർത്തീകരണത്തിനും ഉന്നത വിദ്യാഭ്യാസ വ്യവസ്ഥകൾക്കുമുള്ള വഴി കാണുന്നുണ്ട്. സാമ്പത്തിക മേൽക്കോയ്മയിൽ പല ഗുണങ്ങളും ഇവരിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ടെക്നിക്കൽ മേഖലയിൽ നിന്ന് വിജയിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സാധ്യത 100% തെളിഞ്ഞു കിട്ടും. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കുന്ന മിഥുനം രാശി നക്ഷത്ര ജാതർക്ക് പ്രമോഷൻ സാധ്യത വളരെ വർദ്ധിക്കും. അതുപോലെ വാഹന ഭാഗ്യമുണ്ടാകും. തൊഴിൽ ഇടങ്ങളിൽ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും. കർമ്മഭാഗ്യമെന്നാണ് ഇതിന് പറയേണ്ടുന്നത്. തീർച്ചയായിട്ടും ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ലഭിക്കും. പ്രമോഷൻ സാധ്യതയുണ്ടാകും. വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്ന കുടുംബ പശ്ചാത്തലമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ സന്തോഷം നിറയുന്നത് പൂർണ്ണമായും ദർശിക്കാനാവും. വളരെ മനോഹരമായിരിക്കുന്ന ജീവിത പശ്ചാത്തലവും സമൃദ്ധിദായകമായിരിക്കുന്ന ജീവിതവുമാണ് ഈ രാശിമാറ്റത്തിലൂടെ, വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റത്തിലൂടെ മിഥുനം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നത്. അടുത്തത് കന്നി രാശിയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിര പകുതി ചേരുന്ന കന്നി രാശി. വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ആളുകൾക്കും പൂർണ്ണമായും അതിനുള്ള വഴി തുറക്കപ്പെടും. സ്ഥാനമാനാദികൾ ലഭിക്കും.
വളരെ കീർത്തിമത്പരമായിരിക്കുന്ന എല്ലാ വെളിച്ചവും നിങ്ങളിലേക്ക് വന്നു ചേരും. 2026 വ്യാഴമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വമ്പൻ സാമ്പത്തിക നില വന്നു ചേരുന്ന ഒരു വിഭാഗക്കാരാണ് കന്നി രാശി നക്ഷത്ര ജാതർ. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ സമ്മാന പദ്ധതികൾ നിലനിൽക്കുന്ന ഭാഗ്യം ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട്. വളരെ ദുരിത വ്യവസ്ഥിതികളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന കന്നി രാശി നക്ഷത്ര ജാതർക്ക് ദുരിതങ്ങളിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകുന്ന ഒരു സമയമാണ് 2026 വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം. എല്ലാ മേഖലയിൽ നിന്നും സാമ്പത്തികമായ വളർച്ചയ്ക്ക് അനുഗ്രഹം ലഭിക്കുന്ന സമയം കൂടിയിട്ടാണ്. വിദേശ യാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്ന കന്നി രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യം ലഭിക്കും. അതുപോലെ തന്നെ വിദേശത്ത് എത്തിയിട്ട് തൊഴിൽ സാധ്യമാകാതിരിക്കുന്ന കന്നി രാശി നക്ഷത്ര ജാതർക്ക് ജൂൺ 2 കഴിയുമ്പോൾ തീർച്ചയായും അവിടെ തൊഴിലിൽ പ്രവേശിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ മാതാവിൻ്റെ രോഗവ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആ രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ട് വരുന്ന മാതാവിനെ ദർശിക്കുവാനാകും. മാതൃഗുണം കൂടുതലാകുന്ന സമയമാണ് കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും വളരെ ഗുണകരമാകുന്ന തരത്തിൽ മുന്നോട്ട് നീങ്ങാൻ കന്നി രാശി നക്ഷത്ര ജാതർക്ക് കഴിയും. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹവും കുബേരദേവൻ്റെ അനുഗ്രഹവും ഒന്നുപോലെ വന്നു ചേരുന്ന രാശിക്കാരാണ് കന്നി രാശി നക്ഷത്ര ജാതർ. ബിസിനസ് മേഖലകളാണെങ്കിലും അതുപോലെ തന്നെ തൊഴിലിടങ്ങളാണെങ്കിലും വിവാഹ കാര്യത്തിലാണെങ്കിലും വിദേശ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതായത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് മേഖലയാണെങ്കിലും ആ മേഖലകളിലെല്ലാം തന്നെ വലിയ വിജയം സൃഷ്ടിച്ചെടുക്കുവാൻ ഇപ്പറഞ്ഞ രാശി നക്ഷത്ര ജാതർക്ക് കഴിയും എന്നുള്ളതാണ്. എല്ലാ രാശിക്കാർക്കും എല്ലാ നക്ഷത്ര ജാതർക്കും നമ്മളിപ്പറഞ്ഞ എല്ലാ രാശിക്കാർക്കും എല്ലാ നക്ഷത്ര ജാതർക്കും വ്യാഴമാറ്റം വളരെയധികം അനുകൂലമായിരിക്കും. സാമ്പത്തിക മേന്മ കൊണ്ടവർ വളരെ സന്തുഷ്ടരായിത്തീരും. ദാമ്പത്യപരമായ മേന്മ, കുടുംബപരമായ മേന്മ ഒക്കെ ഉണ്ടാകും. എല്ലാ സൗഭാഗ്യങ്ങളും ഇവരെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും എല്ലാ ഭാഗ്യവും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.